കോയിപ്പുറം മർദ്ദനക്കേസിൽ പരാതിക്കാരുടെ 3 മൊബൈൽ ഫോണുകൾ പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. 19-കാരന്റെ 2 ഫോണുകളും റാന്നി സ്വദേശിയുടെ 1 ഫോണുമാണ് പ്രതികൾ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് അപേക്ഷ നൽകില്ല. CK അഭിലാലുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ? വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഇനിയും എന്തെങ്കിലുമൊക്കെ തൊണ്ടി മുതലുകൾ കണ്ടെത്താനും മറ്റുമുണ്ടോ? മോദി, ഗുഡ് മോർണിംഗ്. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന അല്ലെങ്കിൽ 3 തരത്തിൽ നിർണായകമാകുന്ന തെളിവുകളും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളുമാണ് ഇന്നലെ കോയിപ്പുറം പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരാതിക്കാരുടെ നഷ്ടപ്പെട്ടു എന്ന് അവർ ഉന്നയിച്ചത് അല്ലെങ്കിൽ പ്രതികൾ പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള 3 മൊബൈൽ ഫോണുകൾ അവരുടെ വീട്ടിൽ നിന്നും കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഈ കേസ് അന്വേഷണം വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ പരാതിക്കാരുടെ 3 മൊബൈൽ ഫോണുകൾ പ്രതികളുടെ വീട്ടിലെത്തി എന്നുള്ള വിഷയത്തിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന ദിവസം, അതായത് ഈ മാസം 1-ാം തീയതിയും മറ്റൊന്ന് ഈ മാസം 5-ാം തീയതിയും, ഈ ദിവസങ്ങളിൽ പ്രതികളുടെയും അതോടൊപ്പം തന്നെ പരാതിക്കാരുടെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഒന്ന് തന്നെയായിരുന്നു എന്ന് ശാസ്ത്രീയമായി പോലീസിന് തെളിയിക്കാൻ കഴിയും. മറ്റൊന്ന്, പ്രതികൾ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. അതിനായി അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അത് പ്ലെയർ ഉപയോഗിച്ച് നഖം പിടാൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴുത്തിൽ വെട്ടുകത്തി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി വധഭീഷണി മുഴക്കി എന്നുള്ള ആക്ഷേപം പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ഗുണകരമാകുന്ന 2 ആയുധങ്ങളാണ് ലഭിച്ചത്. അതിലൊന്ന് വെട്ടുകത്തിയും മറ്റൊന്ന് നഖം പിഴാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ശ്രമം നടത്തിയ പ്ലെയറുമാണ്. ഇത് 2 കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പരാതിക്കാരനായ ആലപ്പുഴ നീരമ്പേരൂർ സ്വദേശിയായ 19-കാരനെ ഒപ്പം കൂട്ടി പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പ്രതികളുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായകമാകുന്ന, കേസിന് അനുകൂലമാകുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ലഭ്യമായിട്ടുള്ളത്. അതേസമയം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ പോലീസ് നൽകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്നത് പ്രതികൾക്കെതിരായി പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, തെളിവുകൾ പരമാവധി ശേഖരിക്കുക, അതിനുശേഷം പ്രതികളെ എത്തിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യുക. അപ്പം പരമാവധി അവർക്ക് എതിരായ തെളിവുകൾ ശേഖരിച്ച ശേഷം അവരുടെ വിശദീകരണം തേടുക. അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുള്ളതാണോ അതല്ലെങ്കിൽ അസത്യമായ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ ആണ് നടത്തുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. മറ്റൊന്ന്, ഇന്നലെ ലഭ്യമായ 3 മൊബൈൽ ഫോണുകൾ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയാണ്. രശ്മിയും പരാതിക്കാരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ കൂടിയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.